അതെ ജിമ്മിയോട് വന്നു. ഏതാ ബ്രോക്കർ ജിമ്മിയാ? അവൻ ഇന്നലെ വൈകിട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ല. ജിമ്മി കടലെടുത്തുണ്ടാവുന്ന പറഞ്ഞത്, അതുകൊണ്ടാണ് ഞങ്ങോട്ട് വന്നത്. ഇന്ന് ആളെ കണ്ടിട്ടില്ല. എന്താ കാര്യം? വീട് ഇവിടെ കൊടുക്കാനെന്ന് പറഞ്ഞു, അന്ന് കാണാൻ വേണ്ടി വന്നതാ. എവിടെയാന്ന് പറഞ്ഞേ? ആ MRS സ്കൂളിന്റെ അടുത്താണെന്നാ പറഞ്ഞത്. ഏതാ? ആ പൂട്ടി കിടക്കുന്ന വീടാണോ? ഇച്ചിരി കുഴപ്പം പിടിച്ച വീടാണല്ലോ വീട്. അത് വലിയ കുഴപ്പമില്ലാത്ത ഏരിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് കുറെ നാളായി വിൽക്കാനിട്ടാണ്. അപ്പൊ അതൊന്നും പറയണ്ട. വൈകുന്നേരം ആയി കഴിയുമ്പോൾ വെള്ളടിക്കാരെ ബഹളോ. ഒരു 5-8 മാസം ഒരു ബായി തൂങ്ങി വെച്ചവിടെ. അതിനുശേഷം ആരോടെ വാടകയ്ക്ക് പോലും എടുക്കാറില്ല. സ്ഥലത്തിന്റെ കിടപ്പത്ര ശരിയല്ല. അവിടെ പാമ്പിന്റെ ചെറിയൊരു പ്രശ്നം. അല്ല, ബ്രോക്കർ പറഞ്ഞാൽ നല്ല സ്ഥലമാണെന്നുള്ള. ബെസ്റ്റ് ജിമ്മയിലാളേ. അവന് കമ്മീഷൻ കിട്ടി അവന് ഏത് സ്ഥലവും വിൽക്കും. നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെ വിൽക്കാൻ നോക്കിയവനാണ്. എന്റെ പൊന്നി ചേട്ടാ, വെറുതെ വന്ന് തല വെച്ച് കൊടുക്കല. എട്ടിന്റെ പണി കിട്ടും. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ ചേട്ടൻ മേടിക്കാതിരിക്കണമെന്നല്ല. ചേട്ടൻ എന്നെ കാര്യം ചേട്ടനതായാലും കണ്ടതാണ്. അല്ലെങ്കിൽ ഞാൻ അവന്റെ വാക്കിൽ ഞാൻ പെട്ടുപോയനട്ടോ. എടോ, ഞാൻ ഈ ആകടെ നല്ല കാര്യത്തിന് വേണ്ടിയാ പറഞ്ഞ, അല്ലാണ്ട് എനിക്കൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഏതായാലും അവനെ ഞാൻ കാണുന്നത്. ആശ്വാസമായി. വെറുപ്പിനിട്ടൊരു എട്ടിന്റെ പണി കൊടുത്തപ്പോ എന്താണെന്നറിയില്ല, ഒരു മനസ്സിൽ. അവനെ ഞാനൊന്ന് വിളിക്കട്ടെ. ഏതായാലും എത്തിയോ? ഞാൻ വരികയാണ്. താനിട്ട് പറയാൻ വേണ്ട, എനിക്ക് ആ വീടും വേണ്ട, താനായിട്ട് ഒരു ഇടപാടുമില്ല. ഒരു പ്രേതാലയാണല്ലോടവേ ഇയാളെന്റെ വിലയിൽ കെട്ടി വെക്കാൻ നോക്കിയത്. പ്രേതാലയോ? എന്നോട് ആരോ വേണ്ടവരോട് പറഞ്ഞു. നീ എന്നോട് വരാൻ പറഞ്ഞ കടയില്ലേ, ആ കടക്കാരൻ കമ്പനിയിൽ കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ ഇടങ്ങേറായി പോയന. നീ ഒന്നും പറയണ്ട. നീയായിട്ട് ഒരു ഇടപാടുമില്ല. നീ വച്ചിട്ട് പോരാ. ഹലോ ഹലോ, കട്ട് ചെയ്തതാണല്ലേ. സുധീറിനെ കൊണ്ട് വലിയ തൊല്ലായാലും അവന്റെ കച്ചവടം ഞാൻ പൂട്ടിക്കുന്നു. എടാ സുധീറെ, നീ എന്റെ ക്ലയന്റിനോട് അനാവശ്യം പറഞ്ഞ കച്ചവടം പൂട്ടിക്കോടാ. എന്റെ എത്ര രൂപയുടെ കമ്മീഷൻ പറയുന്നറിയാവോ? ഇനി മേല നീ ആരോടെങ്കിലും ഈ മാതിരി അപവാദം പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ നിന്റെ 2 കാലും 2 കൈയും ഞാൻ തല്ലി ഒഴിക്കും. എന്തപ്പോ ഇവിടെ ഉണ്ടായേ? ആദ്യം ഒരു മനസ്സുകൊണ്ടാണ്, ഇപ്പൊ ആ ഫ്ലോയെ അങ്ങോട്ട് പോയില്ലേ. The next day. എന്താ? അതെ, ഒരു കാര്യം അന്വേഷിക്കാൻ വന്നതാ. എന്താ കാര്യം? അതെ, ആ സുരേഷ് എന്ന് പറയുന്ന പയ്യനെ ഒന്ന് അന്വേഷിച്ചു വന്നതാ. സുരേഷാ? ഏത് സുരേഷാ? എന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇത് നമ്മുടെ വാവ സുരേഷ് അല്ലേ? വാവ സുരേഷോ? അതൊരു പാമ്പ് പിടുത്തക്കാരനല്ലേ? അവനും പാമ്പുകളൊക്കെ ആയിട്ട് തന്നെ സമ്പർക്കം. അപ്പൊ ആള് നല്ല ധൈര്യശാലിയാണല്ലേ? അതിരിക്കട്ടെ, നാട്ടിൽ അവനെ പറ്റി എന്താ അഭിപ്രായം? അവനെ പറ്റി പറഞ്ഞ ഒരു പണി കൊടുത്താലോ ഇതിന്. ഇനി മേല നീ ആരോടെങ്കിലും ഈ മാതിരി അപവാദം പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ നിന്റെ 2 കാലും 2 കൈയും ഞാൻ തല്ലി ഒഴിക്കും. അല്ലെങ്കിൽ വേണ്ട, എന്തിനാ തല്ലു വാങ്ങി കൂട്ടണേ? ഒന്ന് പൊക്കി പറഞ്ഞേക്കാം. ഇല്ല, എന്താ ആലോചിക്കുന്നത്? ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, എന്താ കാര്യം? അതെ, കഴിഞ്ഞ ദിവസം പെങ്ങളുടെ മോളെ പെണ്ണ് കാണാനായിട്ട് ആ പയ്യൻ വന്നായിരുന്നു. അപ്പൊ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോ ചെറുക്കന്റെ നാടും ഒന്ന് കാണാന്ന് വെച്ച് ഇറങ്ങിയതാ. അല്ല, എങ്ങനെയാ ചെറുക്കനെ പറ്റി ഈ നാട്ടിലുള്ള അഭിപ്രായം? അവനെ പറ്റി പറയുകയാണെങ്കിൽ അവനെ പോലെ മാന്യനായ ഒരു വ്യക്തി കീഴ്മാട് പഞ്ചായത്തിലില്ല. ആണോ? നീ ആരാ എന്നോട് നിൽക്കണ്ടെന്ന് പറയാൻ? ഈ ബാബേനെ നിനക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. തന്നെയല്ല, അവനെ പോലെ ഒരു പരോപകാരി ഈ നാട്ടിലേ ഇല്ല. എന്താ കേട്ടോ? 1-ാം തീയതിക്കല്ലടാ, സാധനമൊന്നും കിട്ടിയില്ലടാ. നിന്റെ കുപ്പി എതിരിപ്പുണ്ടോ? ഈ ബാബുള്ളപ്പോ ചേട്ടനെ നിന്നെ വിഷമിക്കുന്നത്. എന്റെ അരി ഇരിപ്പുണ്ട്.
അത് നമുക്ക് രണ്ടാക്കാം. നാളെ അരയുടെ കാശ് മതി. പ്രശ്നം കഴിഞ്ഞില്ലേ? അവനുള്ളത് കൊണ്ട് നാട്ടിലൊരാളും വെള്ളം കുടിക്കാതെ മരിക്കില്ല. എന്താ ചേട്ടാ തബലൊക്കെ പഠിക്കാൻ പോട്ടെ, കൈ കെട്ട് നല്ല പ്രാക്ടീസ് ചെയ്യണ്ടല്ലോ. ഒന്ന് പോടാവേ, ഞങ്ങൾ കഴിക്കാണ്ടെങ്കിൽ കൈ എടുത്തിട്ട് പാടില്ല. എടാ എന്റെ എനിക്ക് സാധനം വിളിച്ചിട്ടുണ്ട, അത് ഞാൻ വെറുതെ ചാവും. അതിന് ശശിയേട്ടൻ തന്നെ വിഷമിക്കുന്നത്. ഈ ബാബുടുള്ളപ്പോ ഈ പഞ്ചായത്തിൽ ഒരുത്തിനും മദ്യം കിട്ടാണ്ട് ചാവൂല. എല്ലാം എന്റെ പെങ്ങടെ മോളുടെ ഭാഗ്യം. ആ പഠിച്ചവൻ ഇവനെന്താ ഇവിടെ? ആയിക്കോ, ഒരു ചില്ലി സോഡയും ഒരു പാക്കറ്റ് മിച്ചറും. ഏതാ ഈ ബേട്ടാവളിയൻ? ഇവിടെ ഞാൻ കണ്ടല്ലോ. കാശ് പിന്നെ അത് ഇനി തരാം. അതെ, ഇവനല്ലവൻ. ഇവനാണോന്ന് ചോദിച്ചാണ്, അല്ലേന്ന് വെച്ചല്ല. അവനെന്തിനാ ഈ സോഡയും വാങ്ങി പോകുന്നത്? ചൂടൊക്കെ അല്ലേ, വെള്ളം കുടിക്കാനായിരിക്കും. അവന്റെ കയ്യിൽ മിച്ചറുണ്ടല്ലോ. വിശക്കുണ്ടാവും, വിശപ്പിനായിരിക്കും. വിശപ്പ്, മിച്ചറ്. നീ അവനൊന്ന് വിളിച്ചേ. വിളിക്കണോ? എടാ വാവേ, നിന്നെ അന്വേഷിച്ച ഈ പുള്ളിയാരം വന്നേക്കണേ. ഇന്നിന്റെ പരിപാടി നടക്കൂല. ഇന്നത്തെ ഷെയറായി കഴിഞ്ഞ് സാധനം മേടിക്കണേ. മാക്സിമം പോയേക്കാം. അയാളോട് പോയിട്ട് നാളെ വരാൻ പറയും. ഇതാണോ താൻ പറഞ്ഞ നാട്ടിലെ മാന്യൻ? താനെങ്ങനോ നാളെ കളിയാക്കണോ? ഒരു പാവം വെച്ചിട്ട് ജീവിതം നശിക്കാൻ നോക്കുന്നതാ. ഓരോരോ അടികൾ തന്നെ വഴി. നല്ലത് പറഞ്ഞാലും അടി, കുറ്റം പറഞ്ഞാലും അടി. ഇതിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. കണ്ടകശേനി അത് കൊണ്ടേ പോകും. കൊണ്ടേ പോകൂ പണ്ടാരാണ്ടു വാതോരാതെ പറഞ്ഞ പഴമൊഴി പോലെ.